കലൂർ സ്റ്റേഡിയ വിവാദം രാഷ്ട്രീയമായി നേരിടാൻ സിപിഎം കോൺഗ്രസ് മുതലെടുപ്പിന് അവസരമൊരുക്കരുതെന്ന് ജിസിഡിഎ കൗൺസിലിലെ പാർട്ടി ഫ്രാക്ഷനിൽ ധാരണയായി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ ജിസിഡിഎക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയും സിപിഎം ജില്ലാ നേതൃത്വവും ആവർത്തിക്കുകയാണ്. എന്നാൽ കരാർ പോലും ഇല്ലാതെ തുടരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരൂഹമാണെന്നാണ് കോൺഗ്രസ് ആരോപണം. വിവാദങ്ങൾക്കിടെ നടന്ന ജിസിഡിഎ കൗൺസിൽ യോഗത്തിലേക്ക് യുവമോർച്ചയും ബിഡിജെഎസും മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് പ്രതിഷേധവുമായി എത്തി. മെസ്സിയുടെ അർജന്റീന മത്സരം കൊച്ചിയിൽ നടക്കുന്നത് സംബന്ധിയായ വിവാദങ്ങൾക്ക് ഇപ്പോഴും അവസാനമാകുന്നില്ല. ടീം വരുന്നില്ല എന്ന് കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ പുതിയ ദിശയിലേക്ക് തിരിയുകയാണ്. അത് സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒരു നേർക്കുനേരുള്ള ഒരു പോരാട്ടമായിട്ട് ഇത് മാറുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഇത് സംബന്ധിയായ കരാർ, ഈ സ്റ്റേഡിയം നവീകരണം ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർ ഉണ്ടാക്കിയിട്ടുള്ള കരാർ ഉണ്ടോ അതോ ഇത് വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞുറപ്പിച്ചതാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത തേടുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു വിവാദമെന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ കോൺഗ്രസും സിപിഎമ്മും നേർക്കുനേർക്കോർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതിൽ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല എന്ന് ജിസിഡിഎ കൗൺസിൽ യോഗത്തിന് ശേഷം പ്രതിപക്ഷ എം എൽ എമാരായ ടി ജെ വിനോദും ഉമാ തോമസും പറയുകയുണ്ടായി. കരാർ സംബന്ധിയായ കാര്യങ്ങൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്താണ് കരാർ? ഈ 70 കോടി രൂപയുടെ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഒന്നും തന്നെ ചർച്ചകൾ നടന്നിട്ടില്ല. കൗൺസിലിൽ അത്തരം ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമില്ല. തങ്ങൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഈ വിശദീകരണം നൽകിയിട്ടില്ല എന്ന് അവർ പറയുകയുണ്ടായി. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ജിസിഡിഎ ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്പോൺസർ അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, വല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. മായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. 30-ാം തീയതി അപ്പോഴേ നടക്കുള്ളൂ. ഈ മെസ്സിയുടെ വരവുണ്ടാവില്ല എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെസ്സി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഇതിനൊരു ഇടങ്കോലിടണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ വരുന്നില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്തത്. ഇതിന് ചുവട് പിടിച്ച് തന്നെയായിരുന്നു ഹൈബീഡൻ എംപിയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വാർത്താ സമ്മേളനം നടത്തി. ഇതിൽ ഈ ജിസിഡിഎയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. എന്താണ് നടക്കുന്നതെന്ന് കായിക മന്ത്രി വ്യക്തമാക്കണം. ജിസിഡിഎ ചെയർമാൻ കുറച്ചുകൂടി പക്വതയോടുകൂടി ആ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ഇരുവരും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 70 കോടി എന്ന് പറഞ്ഞ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏതു കരാറിന്റെ വ്യവസ്ഥയിലാണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യക്തത എവിടെയെങ്കിലും വരുത്തുന്നുണ്ടോ എന്നതെല്ലാം തന്നെ വിശദീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി. അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, 70 കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് പ്ലാനോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 70 കോടി രൂപ ഞാൻ ചെലവഴിക്കും എന്ന് പറയുമ്പോൾ ആ 70 കോടി രൂപ ഏതെല്ലാം ഹെഡ്സിലേക്കാണ് ചെലവഴിക്കുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവണം. എന്നാൽ കൃത്യമായി ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന നിലപാടിൽ തന്നെയാണ് സിപിഎം നിലകൊള്ളുന്നത്. ഇതിൽ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിസിഡിയിലുള്ള സിപിഎം അംഗങ്ങളുടെ ഒരു യോഗം ചേർന്നിരുന്നു. കൗൺസിലുള്ള അംഗങ്ങളുടെ യോഗം ചേർന്നിരുന്നു. അതിൽ ഫ്രാക്ഷൻ മീറ്റിംഗിൽ ചേർന്ന കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുക. ഇത് ഇപ്പോൾ കോൺഗ്രസ് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇത് മാറ്റുന്നുണ്ട്. അതിനെ ഒരുമിച്ച് പ്രതിരോധിക്കുക എന്ന രീതിയിലാണ് സിപിഎം നേതൃത്വമുള്ളത്. ജില്ലാ സെക്രട്ടറി എസ് സതീഷും ഇത് സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറുന്നു, അതിനെ തങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് സതീഷ് പ്രതികരിച്ചത്. 70 കോടിയുടെ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ജിസിഡിഎക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായി അത്തരമൊരു കാര്യങ്ങളില്ല എന്ന് പറയുകയാണ് ജിസിഡിഎ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള യോഗശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇതിൽ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ വിശദമാക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരവും നൽകുന്നില്ല. 70 കോടി എന്ന കണക്ക് എങ്ങനെ വന്നുവെന്ന് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയുണ്ട്. അതേ നിലപാടിൽ തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം
തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി മാർച്ചിൽ ഒരവസരം ലഭിക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനും തങ്ങൾ ഒരുക്കും. മറിച്ച് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത് എന്നതാണ് കെ ചന്ദ്രൻപിള്ളയും വിശദീകരിച്ചത്. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിന്റെ MD വിഷ്ണുരാജ് IAS ആണ്. അത് ഗവൺമെന്റ് സ്ഥാപനമാണ്. അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റില്ല. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ത് ചെയ്തു ആര് പറഞ്ഞു 70 കോടി. അപ്പൊ അതിന് എനിക്കെന്താ ഉത്തരവാദിത്വം? സ്പോൺസർ 70 കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം. അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റുകൾ മാറ്റലാണ്. ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലോജൻ ലൈറ്റുകളാണ്. LED വേണമായിരുന്നു, അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ്. നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അത് ചെയ്ത തെറ്റായി പോയി എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം തന്നെ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ വലിയ മുഖം തന്നെയായിരുന്ന GCDA കൗൺസിൽ ഹാളിന് പുറത്തുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് BDJS-ഉം യുവമോർച്ചയും പ്രതിഷേധവുമായി എത്തിയിരുന്നു. യുവമോർച്ച പ്രവർത്തകർ കൗൺസിൽ നടക്കുന്ന ഈ ഓഫീസ് വളപ്പിനകത്തേക്ക് മതിൽ ചാടി കടന്ന് ഇതിനകത്തേക്ക് എത്തുകയും പിന്നീട് അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. കായിക മന്ത്രിയുടെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു. ഇതിനുശേഷമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കടന്നുവരവ്. അർജന്റീനിയൻ ജേഴ്സി അത് അണിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് ഏതാനും പ്രവർത്തകർ ഇവിടേക്ക് മതിൽ ചാടി കടക്കുകയും ഒപ്പം തന്നെ ഈ കൗൺസിൽ ഹാളിൻ്റെ നടക്കുന്ന അതിനകത്തേക്ക് കടന്നു വരികയും ചെയ്തു. ചെയർമാൻ്റെ മുറിക്ക് മുന്നിൽ നിന്നാണ് ഇവരെ പോലീസ് നീക്കം ചെയ്തത്. അവരും ആവശ്യപ്പെടുന്നത് ഈ കരാറിൽ ഒരു വ്യക്തതയുമില്ല, ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതിനെ കൃത്യമായും കായിക കേരളത്തോട് GCDയും സർക്കാരും മറുപടി പറയണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്തായാലും മെസ്സി അർജന്റീന ഇത് കൊച്ചിയിലെത്തുമോ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ലെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ അടുത്തിടെയെങ്ങും അവസാനിക്കില്ല എന്ന കാര്യത്തിൽ അത് 100% ഉറപ്പ് തന്നെയാണ്. ഇത് നീണ്ടുപോകും. വിവാദങ്ങളും ചർച്ചകളും എല്ലാം തന്നെ നീണ്ടുപോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ.